എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് പ്രിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവരുടെയും ഒത്തിരി സ്നേഹവും സപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വരിക്കച്ചക്ക കൊണ്ട് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ചക്ക മുറിക്കണം. അപ്പോൾ മുറിക്കാൻ വേണ്ടി ഞാൻ ഇച്ചേനെ വിളിച്ചിട്ടുണ്ട്. കാരണം ഞാനത് പൊട്ടിയാൽ ആകൂല. അതുകൊണ്ട് ഇച്ചൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. ചക്കയൊക്കെ ഏകദേശം തീർന്നു വരുന്നു. അപ്പോഴാണ് ചക്കയോടുള്ളതും ചക്കപ്പഴത്തിനോടുള്ള ആശയൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചക്ക നല്ല മധുരമുള്ള പഴുത്ത ചക്കപ്പഴമാണ്. വേഗം ഇത് നമുക്ക് മാറ്റാം കേട്ടോ. ആദ്യം നമ്മൾ കയ്യിൽ എണ്ണ തേക്കാണ്. എണ്ണ ആക്കിയിട്ടില്ലെങ്കിൽ കൈ മുഴുവൻ ചക്കരക്കാം. അപ്പോൾ നമ്മളിനി ചക്കപ്പഴം ഇങ്ങനെ എടുത്ത് നമ്മളിത് മുഴുവൻ അടുത്ത്. അപ്പോൾ ചക്കപ്പഴമൊക്കെ ഇങ്ങനെ എടുക്കണം. അതിന് മുമ്പ് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇത് മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന പ്രത്യേക പ്രതിഭാസമാണ്. ചക്കപ്പഴത്തിനുള്ളിൽ നിന്നും ഇതാ വലിയൊരു വേര് മുളച്ച് വന്നിരിക്കുന്നു. ഇടനേല പറിക്കാൻ പോവാണ്. അപ്പോൾ ഇടനേല പറിച്ചിട്ട് വരാം. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലില്ല. അപ്പോൾ നമ്മൾ അതിലൊക്കെ വീട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വരാം. കാട്ടിൽ കൂടെ പോവുകയാണ്. ആ കാടിനകത്ത് ഈ മരം നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് പറിച്ചിട്ട് അതാവുമ്പം എങ്ങനെയാണ് ഒറിജിനലായിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര റിസ്ക് എടുക്കണം കേട്ടോ. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് സെൻസസിൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് ഓരോ വീടുകളിൽ കൂടെ പോയതാണ്. ഇതുപോലെ കാട്ടിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ വാചകടി കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാന്ന്. അല്ല, കാവൽ നായകൻ പുറകിലുണ്ട്. ഇതാ വരുന്നു. കണ്ടെത്തി, ഇതാണ് എടനമരം. എനിക്ക് തോന്നുന്നു ചില നാടുകളിൽ വഴനാന്നൊക്കെ പറയാറുണ്ട് തോന്നുന്നു. വലിപ്പമില്ല, ഇലയ്ക്ക് കുറച്ച് വലിപ്പമുണ്ട്. വെച്ചാൽ നല്ലതായിരുന്നു. വലിപ്പമുള്ള കുറച്ച് മേലോട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇതിനിപ്പം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട്. 2-3 ഇലയൊക്കെ വെച്ച് കിട്ടു വരണത്തിന് കിട്ടിയ ഇടനയിലയുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിത് കഴുകി നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പോവാം. എന്നാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് 8 കാലിൽ വലുതായാലും ഇതുപോലത്തെയൊക്കെ ഉണ്ടാകും. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നീറ്റായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇല പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഞെട്ട് വേണം. കാരണം ഇത് നമ്മൾ കുത്തി അതിനെ ഇടയ്ക്കോട്ട് ഇറക്കി വെക്കാൻ നമുക്കത് വേണം. അപ്പം ആ ഞെട്ടടക്കമാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. ഇല പറിക്കും. ചകണി, നമ്മൾ ചകണി കളഞ്ഞ് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കയെ നമ്മൾ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റാൻ പോവാം. ആവി കയറ്റി എടുത്താലാണ് ആ ചക്കയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. നമ്മൾ ആവി കയറ്റണം. അപ്പോൾ ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് ചകണിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ അപ്പച്ചമ്മിൻ്റെ തട്ടിലിട്ട് ആവി കയറ്റാൻ പോവാം. ആവി കയറ്റി എടുത്തിട്ട് അത് തണുത്തിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. ചില ആളുകൾ ഇത് ഇങ്ങനെ തന്നെ ചക്കപ്പഴം ഇങ്ങനെ തന്നെ അരച്ച് മിക്സി ജാറിലൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അതിലും ടേസ്റ്റ് തോന്നുക നമ്മൾ ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് പാനി ഇപ്പം തന്നെ കിട്ടും. കാരണം വെള്ളം ഉരുകി അതിൻ്റെ പാനി തന്നെ നമുക്ക് ധാരാളം കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മുടെ ചക്ക ഇവിടെ ഇരുന്ന് ആവി കയറുന്നുണ്ട്. നമ്മുടെ വെള്ളപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഈ വെള്ളപ്പാനി ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. അരിച്ചെടുക്കണം. കാരണം ഇതിന്റെ അടിയിൽ ചിലപ്പം കല്ല് പോലത്തെ നമുക്ക് തരിതിരിയൊക്കെ തോന്നാറുണ്ട്. വെള്ളം പാനി ആയി കഴിയുമ്പോൾ. കല്ലാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ വെള്ളം പാനിയായി കിട്ടും. നമ്മളത് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഈ വെള്ളപ്പാനിയാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാം. നമ്മുടെ ചക്ക ആവി കയറി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്കയപ്പത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലയുണ്ട്, ഇടനയിലയുണ്ട്, നമ്മുടെ തേങ്ങയുണ്ട്, നെയ്യാണ്. ഇത് ജീരകം ചതച്ച് വെച്ചതാണ്. നമ്മുടെ പഴുത്ത വരിക്കച്ചക്കപ്പഴം ആവിയിൽ വേവിച്ചെടുത്ത് അരച്ച് വെച്ചതാണ്. ഇത് നമ്മുടെ ഏലക്ക പൊടിച്ച് ചതച്ച് വെച്ചേക്കണാണ്.
ഇത് വെള്ളപ്പാനി, പുട്ടുപൊടി, റവ വറുത്ത പൊടിയാണ്, പിന്നെ ഇത് ആട്ടപ്പൊടിയാണ്. അപ്പൊ ഇത്രയും സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് അമ്മച്ചിമാരൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അരിപ്പൊടിയാണ് ഉപയോഗിക്കുക. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ 3 പൊടിയൊന്നും വേണമെന്നില്ല. ആകെ അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെള്ളപ്പാനി ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് തേങ്ങയാണ്. നമുക്കപ്പോൾ തേങ്ങ ആഡ് ചെയ്യാം. ഈ തേങ്ങേനെ ഞാൻ ഈ വെള്ളപ്പാനിക്കകത്ത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കും. അതിന് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ജീരകമാണ് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളമാണ്, വേഗത് അടി പിടിച്ചു പോവും. അതുപോലെ ഇനി ആഡ് ചെയ്യാൻ നമ്മുടെ ഏലക്ക. ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ്. ഇത് കുറുകി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. നമ്മൾ ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് നമ്മളെ ചക്ക അരച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനത് അരച്ചത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ഇത് നമ്മുടെ ചക്കപ്പാനിയും നമ്മുടെ വെള്ളപ്പാനിയും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ചക്ക നന്നായിട്ട് ഈ നമ്മളെ അരച്ച് വെച്ച പേസ്റ്റ് നന്നായിട്ട് ഈ വെള്ളത്തിനകത്ത് കിടന്ന് നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോഴാണ് നമ്മൾ ബാക്കി നമുക്ക് പൊടിയൊക്കെ ചേർക്കണം. അതിന് നമുക്ക് തീരെ ആവശ്യമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ഈ ചക്കപ്പഴത്തെ ഇതിനകത്തിട്ട് നമ്മളൊന്ന് വെല്ലവുമായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പുട്ടുപൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുട്ടുപൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കണ്ട, നമ്മൾ നോക്കി കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്താൽ മതി. ഓരോന്നും ചേർക്കും നമ്മളത് എന്ത് ചെയ്യണം, കുഴച്ച് ആക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പം റവയും പുട്ടുപൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കൊരു ടൈറ്റിലേക്ക് വന്നു. എന്നാലും കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലും പൊടികളൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് പൊടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ 3 പൊടികളും കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. ആട്ടപ്പൊടി അധികം യൂസ് ചെയ്യാറില്ല, കുറച്ച് ഇടാറുള്ളൂ. ഒരു 2.5-3 സ്പൂണാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് 3 പൊടികൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവായി കിട്ടണം. നമുക്ക് ഇലയിൽ വെക്കാൻ വേണ്ടി ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. ഓവറായിട്ട് പൊടികളൊന്നും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ അപ്പത്തിന് കിട്ടുള്ളൂ. നമുക്ക് കുഴച്ചെടുത്ത നമ്മുടെ ചക്കയും വെല്ലവും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ നമ്മുടെ എണ്ണ ഇലയിലേക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ ഒരു ഇല നമ്മൾ കഴുകി തുടച്ച് വെച്ചിരുന്ന ഇലയാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഇതിനെ കോൺ ഷേപ്പിലേക്ക് ഇങ്ങനെ മടക്കണം. നമ്മളിതുണ്ടോ ഒരു കോൺ ഷേപ്പ്, നമ്മുടെ കോൺ ഐസ്ക്രീം ഒക്കെ ഇടുന്ന ഷേപ്പ് നമ്മൾ കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനാണ് കുമ്പിളെന്ന് പറയാ. ഇങ്ങനെ മടക്കി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ മാവ് ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണം. അത് കൈകൊണ്ട് സാധാരണ ഫില്ല് ചെയ്യണത്. ഇതിപ്പോൾ ചൂടല്ലയോ, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്ത് ഫില്ല് ചെയ്യണേ. സാധാരണ നമ്മൾ കൈകൊണ്ട് വാരിയിടും കേട്ടോ ചെയ്യാം. നല്ല ചൂടാണെങ്കിൽ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് ഞാൻ വാരിയിടും. അതാണ് കുറച്ച് ഈസി, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാ നമ്മൾ ഇതിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അറ്റം, അതായത് നമ്മൾ ഇതിന് കണ്ടു വേണമെന്ന് ഞാൻ പറഞ്ഞില്ലയോ, അതിന്റെ അറ്റം നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കും. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പച്ചെമ്പിലേക്ക് ഇത് ആവി കയറ്റാൻ വെക്കും. അങ്ങനെയാണ് ആവിയിൽ ഇതിനെ വേവിച്ചെടുക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ചിലവർ ഇവിടെ കുത്തി ഇങ്ങനെ തുളച്ചിങ്ങനെ വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ മമ്മിയൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളേ. അങ്ങനെ നമ്മൾ ആവി കയറ്റാൻ നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെക്കാം. അങ്ങനെ മുഴുവൻ ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ചക്കയപ്പം എല്ലാം കുമ്പിളാക്കി നമ്മൾ അപ്പച്ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ മൂടി വെക്കുകയാണ്. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളിവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് മാവ് എനിക്ക് ബാക്കിയുള്ളൂ. ഞാനിത് നമുക്ക് ഇടനേല ഇപ്പൊ ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ ചക്കയപ്പത്തിനൊന്നും ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാച്ചാല് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കും. പ്ലേറ്റ് നന്നായിട്ട് വാഴയില കിട്ടുവാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എളുപ്പത്തിൽ കുറെ മാവൊക്കെ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് തിരക്കിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക്
ഇതുപോലെ ഇതിലേക്ക് നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. ഞാൻ നെയ്യ് എടുത്തിട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചക്കയുടെ നമ്മുടെ ഈ മിശ്രിതം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വട്ടയപ്പം ആക്കില്ലേ, ഇതുണ്ടോ, അതുപോലെ നന്നായിട്ട് ഇത് പരത്തി ഈ പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇടനേലയുടെ ടേസ്റ്റ് ഇല്ലാന്ന് മാത്രം. അതുപോലെ ഇപ്പൊ എന്റെ മമ്മിയൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ഇടനേലേ ഉള്ളൂ, ഇനി കിട്ടാനില്ലാച്ചാല് ഈ ഇടനേലേനെ വെള്ളത്തിലിടും. ഈ ആവി കയറ്റുന്ന അപ്പച്ചമ്പിന്റെ വെള്ളത്തിലിടും. അപ്പൊ എന്താവും, അതിന്റെ ഒരു സ്മെല്ല് ഈ ആവി കയറുമ്പോ ഈ അപ്പത്തിന് കിട്ടും. അങ്ങനെ മമ്മി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടനേല ഇല്ലാത്ത സാഹചര്യം 1-2 ഇലയൊക്കെ ഉള്ളൂങ്കിൽ മമ്മി അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ആവി കയറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ആ ഇലയിട്ട് ആവി കയറ്റി അപ്പം ഉണ്ടാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏത് രീതിയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ നല്ല റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ നല്ല വട്ടയപ്പത്തിന് നമ്മൾ മാവ് പാത്രത്തിൽ വെക്കണ പോലെ ആക്കിയെടുക്കുക. അതുപോലെ ഇതിനകത്ത് മുന്തിരി വെന്തോ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കത് വെന്തു എന്നാണ് അർത്ഥം. വലിയ കാര്യമായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇതാ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആശൻ അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞാൻ? അടിപൊളിയാണോ? അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണിത്, സോഫ്റ്റ് ആണോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒരു ചക്കയപ്പം എടുത്തു. ഞാനതിൻ്റെ ഇല മാറ്റാണ്. ഇതാ നമുക്ക് കോൺ ഷേപ്പിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഇതാ നല്ല സോഫ്റ്റ് ആണ്. നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ്. ചൂടുണ്ട്. അപ്പൊ നമുക്കിത് കട്ടൻ ചായയും കൂട്ടി അടിക്കാം അല്ലേ? അപ്പൊ നിങ്ങളിത് എല്ലാവരും തയ്യാറാക്കണം. അതുപോലെ നമ്മുടെ ചാനൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.